Hi friends, we are dealing with the problem part of model 1 of the queuing theory. Then model 1 already discussed earlier, the arrival and departure following a Poisson distribution. Service rate follows an exponential distribution, single channel with an infinite capacity, and a service discipline that is first come first served. And ഇക്വേഷൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയതിന് ശേഷം പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. Let's take an example. Example 1 in page K7. A repair shop attended by a single machine has an average 4 customers an hour who bring small appliances. അതായത് ഒരു മണിക്കൂറിൽ 4 കസ്റ്റമേഴ്സ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് മീൻ അറൈവൽ റേറ്റ് ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. The mechanic inspects them for defects and quite often can fix them right way or otherwise render a diagnosis. This takes him 6 minutes. അതായത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് 6 മിനിറ്റാണ് ആ ഒരു മെക്കാനിക്കിന് എടുക്കുന്നത്. അപ്പോൾ 6 മിനിറ്റ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ അറൈവൽ റേറ്റ് തന്നിരിക്കുന്നത് 4 കസ്റ്റമേഴ്സ് പെർ അവർ ആണ്. ഒരു മണിക്കൂറിൽ 4 കസ്റ്റമേഴ്സ് വരുന്നു. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര കസ്റ്റമേഴ്സ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ മീൻ സർവീസ് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മ്യൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഒരു മണിക്കൂറിൽ നമുക്ക് 60 മിനിറ്റ്സ് ആണ് വരുന്നത്. തന്നിരിക്കുന്നത് 6 മിനിറ്റ്സ് ആണ്. അപ്പോൾ 60 മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 10 പെർ അവർ ആണ് നമ്മുടെ മ്യൂ എന്ന് പറയുന്നത്. The arrival hour Poisson and the service time has an exponential distribution. You are required to find the probability that the shop is empty. അതായത് ഷോപ്പ് എം ടി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ക്യൂ ഇല്ല, സർവീസിന് ആളില്ല. ദാറ്റ് മീൻസ് ദ ഫെസിലിറ്റി ഈസ് ഐഡിൽ. അതായത് ഫെസിലിറ്റി ഐഡിൽ ആവാനായിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 1 മൈനസ് ലാംഡ ബൈ മ്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 minus 4 by 10 that is equal to 0.6. The second question is to find out the probability of finding at least one customer in the shop. അതായത് ഷോപ്പിൽ അറ്റ്ലീസ്റ്റ് 1 കസ്റ്റമർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ഫെസിലിറ്റി ഈസ് നോട്ട് ഐഡിൽ. ഐഡിൽ അല്ലാത്ത സിറ്റുവേഷൻ ആണ് വരുന്നുണ്ടാക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. Then third question, what is the average number of customers in the system? Average number of customers in the system. Q plus service ആണ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ടായിരിക്കുക. The equation is lambda by mu minus lambda that is equal to 4 by 10 minus 4 that is equal to 4 by 6 that is equal to 2 by 3. And last question is find the average time spent including service. സർവീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആവറേജ് ടൈം സ്പെൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സർവീസ് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ടായിരിക്കും, വെയിറ്റിംഗ് ലൈൻ പ്ലസ് സർവീസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എ സിസ്റ്റം ആണ് 1 by mu minus lambda that is equal to 1 by 10 minus 4 that is equal to 1 by 6 ആണ്. 1 by 6നെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റു 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് മീൻസ് 10 മിനിറ്റ്സ്. അതായത് 1 by 6 കിട്ടിയിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ അറൈവൽ റേറ്റും സർവീസ് റേറ്റും പെർ അവർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 1 by 6 അവർ എന്നായിരിക്കും. അതുകൊണ്ടാണ് 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത്. Let's take another example. Question number 10 in page number K16. Weavers in a textile mill arrive at a department store room to obtain spare parts needed for keeping the looms running. The store is manned by 1 attendant. The average arrival rate of weavers per hour is 10. Average arrival rate, that means mean arrival rate lambda is equal to 10 and service rate per hour is 12. അതായത് ഡയറക്റ്റ്ലി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് പെർ അവർ. both arrival and service തന്നിട്ടുണ്ട്. Then first question is to determine the average length of the waiting line. Average length of the waiting line, that means average length of the queue, that is equal to mu divided by mu minus lambda that is equal to 12 divided by 12 minus 10 that is equal to 6 customers ആയിരിക്കും നമുക്ക് പെർ അവർ അല്ലെങ്കിൽ പെർ യൂണിറ്റ് ടൈമിൽ അവിടെ ഉണ്ടായിരിക്കുക. Then second question is to determine the average time a machine spends in the
സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. 1/μ മൈനസ് ലാംഡയാണ് വരുന്നത്. 1/12 മൈനസ് 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ആണ് വരുന്നത്. 1/2 ദാറ്റ് മീൻസ് 1/2 അവേഴ്സ് ആണ് വരുന്നത്. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1/2 ഇൻറ്റു 60 ദാറ്റ് ഇസ് ഈക്വൽ ടു 30 minutes. Then third question is to find out the percentage idle time of the department storeroom. പെർസെൻറ്റേജ് ഐഡിൽ ടൈം. ഐഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫെസിലിറ്റീസ് ഐഡിൽ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 100 ചെയ്യുക. ദാറ്റ് മീൻസ് പി ഓഫ് ഫെസിലിറ്റീസ് ഐഡിൽ ഇൻറ്റു 100. ഫെസിലിറ്റീസ് ഐഡിൽ ഇക്വേഷൻ നമുക്ക് വരുന്നത് 1 മൈനസ് ലാംഡ/μ ആണ്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 16.67%. Then let's take another example. Question number 11 in page number K16. People arrive at a theatre ticket booth in a person distribution arrival rate of 25 per hour. അതായത് 25 customers ആണ് arrive ചെയ്യുന്നത്. That means mean arrival rate lambda is equal to 25 per hour. Then service time is exponentially distributed with an average time of 2 minutes. അതായത് മിനിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മീൻ സർവീസ് റേറ്റ് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പെർ അവറിലേക്കാണ് നമുക്ക് കൺവേർഷൻ വരേണ്ടത്. അപ്പോൾ പെർ അവറിലേക്ക് മിനിറ്റിൽ വരുമ്പോൾ നമുക്ക് 60 minutes ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 30 customers per hour ആണ് നമുക്ക് മീൻ സർവീസ് റേറ്റ് വരുന്നുണ്ടായിരിക്കുക. ദെൻ കാൽക്കുലേറ്റ് ദ മീൻ നമ്പർ ഇൻ ദി വെയിറ്റിംഗ് ലൈൻ. വെയിറ്റിംഗ് ലൈനിൽ വരുന്ന നമ്മുടെ മീൻ നമ്പറാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ μ ഇൻറ്റു μ മൈനസ് ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.17 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് ദ മീൻ വെയിറ്റിംഗ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത്. മീൻ വെയിറ്റിംഗ് ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് മീൻ വെയിറ്റിംഗ് ടൈം ഇൻ ദി സിസ്റ്റത്തിൽ നമുക്ക് എത്ര വെയിറ്റിംഗ് ടൈം വരുന്നുണ്ടെന്നുള്ളതാണ്. ലാംഡ ഡിവൈഡ് ബൈ μ ഇൻറ്റു μ മൈനസ് ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 അവേഴ്സ് ആണ് വരുന്നത്. അത് അവേഴ്സിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന് 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 10 minutes ആണ് നമുക്ക് വെയിറ്റിംഗ് ടൈം വരുന്നുണ്ടായിരിക്കുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദി യൂട്ടിലൈസേഷൻ ഫാക്ടർ. യൂട്ടിലൈസേഷൻ ഫാക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ/μ ദാറ്റ് ഈസ് ഈക്വൽ ടു 25/30. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ലാംഡ/μ ചെയ്താൽ മതി. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇൻറ്റു 100 വെച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 83.33%. The next question number 12 in page number K16. There is a congestion of platform of a railway station. The train arrive at the rate of 30 trains per day. അതായത് അറൈവൽ റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 30 per day ആണ്. ദാറ്റ് ഇസ് ലാംഡ. ആൻഡ് ദ വെയിറ്റിംഗ് ടൈം ഫോർ എനി ട്രെയിൻ ടു ഹം ഈസ് എക്സ്പൊണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ആൻ ആവറേജ് ഓഫ് 36 minutes. അതായത് ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദി സർവീസ് റേറ്റ് ആണ് പറയുന്നത്. 36 minutes ആണ് തന്നിരിക്കുന്നത്. ഇനി മീൻ അറൈവൽ റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 30 per day ആണ്. ഇവിടെ മീൻ സർവീസ് റേറ്റ് തന്നിരിക്കുന്നത് 36 minutes ആണ്. അപ്പോൾ ഈ മിനിറ്റ്സിനെ നമുക്ക് ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര മിനിറ്റ് വരുന്നുണ്ടെന്ന് നോക്കുക. 60 minutes ആണ് 1 മണിക്കൂർ. അതുപോലെ തന്നെ നമുക്ക് 24 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ 24 × 60 ചെയ്യുക. ദാറ്റ് ഈസ് 1440 ഡിവൈഡഡ് ബൈ 36 minutes ആണ് പെർ ട്രെയിനിന് വരുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 trains per day ആണ് നമ്മുടെ മീൻ സർവീസ് റേറ്റ്. ദാറ്റ് ഈസ് μ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് മീൻ ക്യൂ സൈസ്. മീൻ ക്യൂ സൈസ് എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ μ ഇൻറ്റു μ മൈനസ് ലാംഡ. അതിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് 3 trains ആണ് നമുക്ക് ഒരു ദിവസം ക്യൂവിൽ വരുന്നുണ്ടായിരിക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ ക്യൂ സൈസ് എക്സീഡ്സ് 9. അതായത് ക്യൂ സൈസ് 9 കൂടുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് പി ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. 9 കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് 10 10ലധികമോ ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇത് ശ്രദ്ധിക്കണം. 9 എന്ന് പറയുമ്പോൾ 9 എടുത്തിട്ട് ഇക്വേഷനിലിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഹോൾ റേസ് ടു n ആണ് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്.
നിങ്ങൾ ഇക്വേഷൻ്റെ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എക്സീഡ്സ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ഏതാണോ അതെടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എക്സീഡ്സ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 എടുത്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ഹോൾ റേസ് ടു n ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 30 ഡിവൈഡഡ് ബൈ 40 ഹോൾ റേസ് ടു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.06 ആണ് ആൻസർ വരുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം.